ഹായ് ഹലോ എല്ലാവർക്കും ഡി വി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. ഇന്ന് നമ്മൾ വർക്കല്ല ചെയ്യാൻ പോകുന്നത്. നമുക്കിന്ന് ആരി നീഡിലിനെ പറ്റി പരിചയപ്പെടാം. ഒരുപാട് പേർക്ക് അറിയായിരിക്കും നീഡിലിനെ പറ്റിയൊക്കെ, എങ്കിലും നീഡിലിനെ പറ്റി അറിഞ്ഞുകൂടാത്ത കുറച്ച് പേരെങ്കിലും കാണും. അവർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ടുലിപ്പിൻ്റെ നീഡിലാണ്. ഞാൻ ആദ്യം തൊട്ടേ പഠിച്ചതും അതിൽ തന്നെയാണ്. എൻ്റെ പ്രാക്ടീസ് ചെയ്തതെല്ലാം ആ ടുലിപ്പിൻ്റെ നീഡിൽ തന്നെയാണ്. ഇത് 14 നമ്പർ നീഡിലാണ്. കണ്ടോ, 14, 24, 23 അങ്ങനെയാണ് ഈ ടുലിപ്പിൻ്റെ നീഡിൽ വരുന്നത്. ഇത് 24 ഇതിലെ 14 നമ്പർ നീഡിലെന്ന് പറയുന്ന ത്രെഡ് വർക്കിനും 24 സർദൂസിക്കും 23 ബീഡ് വർക്കിനുമാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. നമുക്ക് കംഫർട്ടിനനുസരിച്ച് നമുക്ക് ഏത് നീഡിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ അതിൻ്റെ ആ ഹുക്കിൻ്റെ ഭാഗത്ത് വരുന്ന തിക്നെസ് കുറവുള്ളത്, ഏറ്റവും നല്ല തിക്നെസ് കുറവുള്ളത് സർദൂസിക്കും, കുറച്ച് കൂടുതലുള്ളത് ബീഡ്സിനും, അടുത്തത് ത്രെഡിനും. അങ്ങനെയാണ് നമ്മൾ ഇത് വേർതിരിച്ച് വെക്കുന്നത് സൈസ് അനുസരിച്ച്. പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നവർക്ക്, അതായത് ആദ്യമായിട്ട് തുലുപ്പിൻ്റെ ഈ നീഡിൽ ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാണും. കാരണം ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഈ പരന്ന ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്ററിലായിട്ട്, അത് ട്വിസ്റ്റ് ചെയ്യാൻ ചിലവർക്കെങ്കിലും ബുദ്ധിമുട്ട് കാണും. അതിൽ എന്ത് ചെയ്യുക, ഒന്നുകിൽ നിങ്ങൾ ത്രെഡ് ചുറ്റുക അതിൽ, അല്ലെങ്കിൽ പ്രാക്ടീസിലൂടെ മാറ്റുക. ഒരു ദിവസം ഏകദേശം ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എങ്കിൽ മാത്രമേ നമുക്കിത് വഴങ്ങി വരികയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ നീഡിൽ. ഇത് അയൺ നീഡിൽ എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ, ഇതാണ് വാങ്ങാൻ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ചെയ്യാൻ. കാരണം അതായത് അതിൻ്റെ സ്ട്രക്ചർ കണ്ടോ, ഫുള്ളായിട്ട് ഉരുണ്ടതായതുകൊണ്ട് തന്നെ ആ പരന്ന ഭാഗം ഇതിലില്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കണ്ടോ, ഇതിൻ്റെ ഹുക്ക് ഭാഗം ഇത്തിരി കട്ടിയായിട്ടാണ്. ഇതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കറക്റ്റായിട്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ തന്നെ. ഇനി ഇതിൽ ബീഡ്സ് കോർക്കുന്ന നീഡിലുണ്ട്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാണുന്ന ഇതേ രീതിയിൽ തന്നെ വന്നിട്ട് ഈ കാണിക്കുന്ന ഇത്ര നീളത്തിനൊക്കെ, ഇത് ഇത്രയും ഭാഗമേ ഉള്ളൂ. കണ്ടോ, ഇതിനേക്കാളും ഈ കാണിക്കുന്ന ഇത്രയും നീളത്തിന് നല്ല തിന്നായിട്ടുള്ള, അതായത് നല്ല തിന്നായിട്ടുള്ള നീഡിലായിരിക്കും നമ്മൾ ബീഡ്സ് കോർക്കാൻ കണക്കിന്. അപ്പം കുറച്ച് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ആ ബീഡ്സ് അതിൽ കോർത്തെടുക്കാൻ പറ്റും. അതേസമയം നമ്മുടെ ആരിവർക്കിൻ്റെ ടുലിപ്പിൻ്റെ നീഡിലാണെങ്കിൽ നമുക്കൊരു മാക്സിമം 5 ഒക്കെ മാക്സിമം അതിൽ കൊള്ളുള്ളൂ. മനസ്സിലായോ? അപ്പോഴത്തേക്ക് ഈ അയൺ നീഡിലിൻ്റെ ബീഡ്സ് കോർക്കുന്ന നീഡിലാണെങ്കിൽ കുറച്ച് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കൊള്ളും. അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം സമയം ലാഭിക്കാം. അതിൽ നല്ല വൃത്തിയായി ടുലിപ്പിൻ്റെ നീഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 3-4 കോർത്ത് അത് സ്റ്റിച്ച് ചെയ്യും, വീണ്ടും 3-4 കോർക്കണം, വീണ്ടും സ്റ്റിച്ച് ചെയ്യണം. ഇതിലാകുമ്പോഴത്തേക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൊള്ളുന്നത് കൊണ്ട് തന്നെ നമുക്ക് സമയം നന്നായിട്ട് ലാഭിക്കാൻ സാധിക്കും. അടുത്തിനി ഇതെന്ന് പറയുന്നത് സർദൂസി നീഡിലാണ്. കണ്ടോ, ഈ വുഡൻ്റെ ഹാൻഡിൽ വന്നിട്ട് ഈ നല്ല ഏറ്റവും നന്നായി തിന്നായിട്ടുള്ള, അതിങ്ങനെ ഫ്ലെക്സിബിളാണ്. ഇങ്ങനെ അതായത് കണ്ടോ, അത് ഇന്ന് വളയുന്നത്. അപ്പോഴത്തേക്ക് ഇതാണ് സർദൂസി നീഡിൽ എന്ന് പറയുന്നത്. നല്ല തിന്നായിട്ടുള്ള. ബിഗിനേഴ്സ് ഒന്നും ഇത് വെച്ച് ബീഡ്സ് കോർക്കാൻ നിൽക്കല്ലേ, എങ്കിൽ ഇതിൻ്റെ നീഡിൽ ഒടിഞ്ഞു പോകും വേഗം. കാരണം വേറെ ഒന്നുമല്ല, തുടക്കക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തോന്ന് ത്രെഡ് ആയാലും നല്ല ടൈറ്റായിട്ടായിരിക്കും പിടിച്ച് വെക്കുന്നത്, ടൈറ്റായിട്ടായിരിക്കും നീഡിൽ കോർത്ത് വലിക്കുന്നത്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ആ നീഡിൽ നല്ല തിന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വലിക്കുമ്പോഴത്തേക്ക് ഇത് വളയാനും അതുപോലെ ഒടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ഇതിനേക്കാളും കുറച്ചുകൂടെ കട്ടിയുള്ളതാണ് നമ്മുടെ ബീഡ്സ് കോർക്കുന്ന നീഡിലെന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അയണിൻ്റെ വേറൊരു അങ്ങനെയാണ് അതുള്ളത്. ഏത് നീഡിൽ ആയാലും നമുക്ക് പഠിച്ചെടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും അതുപോലെ കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതെല്ലാം പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.